ഹലോ ഗൈസ്, എല്ലാവരും എന്തെടുക്കുന്നു? ഞങ്ങൾക്ക് ഇന്നലെ സ്നോ സ്റ്റോം ആയിരുന്നേ. സ്നോ സ്റ്റോം കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. സ്നോ പെയ്തുകൊണ്ടിരുന്നപ്പോൾ തൊട്ടേ എൻ്റെ രണ്ടാമത്തവനും മൂന്നാമത്തവനും സ്നോയിൽ ഇറങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് വാശി തുടങ്ങിയതാണ്. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിരുത്തിയേക്കുമായിരുന്നു. സ്നോ ഒന്ന് ഒതുങ്ങുമ്പോഴേക്കും ഇറക്കാമെന്നും പറഞ്ഞിട്ട്. വൈകിട്ടായപ്പോഴേക്കും പിന്നെ ഒന്ന് പയ്യൊന്ന് സ്നോയൊക്കെ ഒന്ന് ഒതുങ്ങി. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കോണ്ടോമിനിയത്തിൻ്റെ മാനേജ്മെൻറ്റ് അവർ വന്ന് അത്യാവശ്യം ഒക്കെ ഒന്ന് സ്നോയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പെറുക്കിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാട്ടോ ഞാനിവിടെ ഇറക്കുന്നത്. എന്നിട്ട് ഉള്ള കലാപരിപാടികളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് ഡേ സ്നോ സ്റ്റോം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ഇവർക്ക് വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പം ഞാനിവരെ വിട്ടിട്ടുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല പോലെ ഇന്നലെ ഒരു 30 സെൻറ്റിമീറ്ററിന് മുകളിൽ, അതായത് -സെൻറ്റിമീറ്ററിന് മുകളിൽ നമുക്ക് സ്നോ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് ന്യൂസിലൊക്കെ ആണെങ്കിലും ഉണ്ടായിരുന്നു. ടൊറൻറ്റോ ഏരിയ, ഞങ്ങൾ ടൊറൻറ്റോയിലാണ്. ടൊറൻറ്റോ ഏരിയയിൽ ഇത്തവണ ഭയങ്കര സ്നോ സ്റ്റോം ആയിരുന്നേ. പിന്നെ ഇന്ന് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ റോഡെല്ലാം ഇത്രയും മോശമാണെന്നുള്ള കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് കേട്ടോ. ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അവർ വന്ന് ക്ലീൻ ചെയ്തപ്പോൾ ഇവിടെയും അത്യാവശ്യം രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. കാരണം രാവിലെ ഇതിലെ കൂടെ ഒരുപാട് പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പോകുന്നതാണ്, എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നതൊക്കെയാണല്ലോ. പക്ഷേ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവസ്ഥ ഇത്രയും മോശമാണെന്നുള്ളത് മനസ്സിലായത്. കാരണം നമ്മുടെ മുട്ടിൻ്റെ അത്രയും ഉണ്ടായിരുന്നു ഇന്നലെ സ്നോ പെയ്തത്.